വീണ്ടും വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. സ്വർണ്ണക്കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത സുഹൃത്തും സഹായിയുമായ അനന്ത സുബ്രഹ്മണ്യത്തെ വിശദമായി ചോദ്യം ചെയ്ത് വിട്ടയച്ചു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് വിട്ടയച്ചത്. കൂടാതെ തെളിവെടുപ്പിന്റെ ഭാഗമായി പോറ്റിയെ ബംഗളൂരുവിൽ ഉൾപ്പെടെ വൈകാതെ എത്തിച്ചേക്കും എന്നാണ് സൂചന. സ്വർണ്ണക്കവർച്ചയ്ക്കു പിന്നിൽ വൻ ഗൂഢാലോചനയെന്ന SIT റിപ്പോർട്ട്. സംസ്ഥാനത്തിന് പുറത്ത് സ്വർണം വിറ്റെന്നും സംശയം. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിക്ക് മുന്നിൽ വരാനിരിക്കെയാണ്. കഴിഞ്ഞ ദിവസത്തെ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത സുഹൃത്തായ അനന്ത സുബ്രഹ്മണ്യത്തെയും ഒക്കെ വിശദമായി തന്നെയാണ് ചോദ്യം ചെയ്തത്. എന്തായാലും ഇതിൽ നിന്നൊക്കെ കൃത്യമായ ഒരു അവലോകനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു. കൃത്യമായ ഒരു ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നു എന്നൊക്കെ തന്നെയല്ലേ അനുമാനിക്കേണ്ടത്? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കപ്പെടും. അതിൽ പ്രധാനമായും കൃത്യമായ ഗൂഢാലോചന നടന്നു എന്നൊരു കാര്യമായിരിക്കും SIT റിപ്പോർട്ടിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കൃത്യമായ ആസൂത്രണത്തോടു കൂടി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരത്തിൽ സ്വർണ്ണ കവർച്ചയുണ്ടായിട്ടുള്ളത് എന്ന കണ്ടെത്തലിൽ തന്നെയാണ് SIT അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടം മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം മുൻനിർത്തി നടത്തിയ അന്വേഷണം, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രം ഇത്തരത്തിൽ ഒരു കവർച്ച ചെയ്യുവാൻ കഴിയില്ല എന്നത് അന്വേഷണ സംഘം വളരെ വ്യക്തമായി തന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല കൃത്യമായ ആസൂത്രണം ഇതിനു പിന്നിലുണ്ട്. ആരൊക്കെയാണ് ഇനിയും ഇതിന്റെ പിന്നിൽ കുടുങ്ങാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടെ വ്യക്തമാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അനന്ത സുബ്രഹ്മണ്യത്തെയാണ് ഇന്നലെ ചോദ്യം ചെയ്യലിന് വേണ്ടി അന്വേഷണ സംഘം വിളിപ്പിച്ചത്. 12 മണിവരെ, രാത്രി 12 മണിവരെ ആ ചോദ്യം ചെയ്യൽ നീണ്ടു നിന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ ഇനിയും ചോദ്യം ചെയ്യുവാനുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. കൃത്യമായ ആസൂത്രണം നടന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ പേരുകൾ, കൂടുതൽ ആളുകൾ, കൂടുതൽ പ്രമുഖരായ ആളുകൾ ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം അനുമാനിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനിയും ഈ അനന്ത സുബ്രഹ്മണ്യത്തെ വിട്ടയച്ചെങ്കിലും ചോദ്യം ചെയ്യുവാൻ വിളിപ്പിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മറ്റ് സ്പോൺസർമാരെ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി ചോദ്യം ചെയ്യലുണ്ടാവുക. അവരെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതിനായി വിളിച്ചു വരുത്തിയതായും ഒരു സൂചന ലഭിച്ചിട്ടുണ്ട് രോഹിണി. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്വർണം സംസ്ഥാനത്തെ അതായത് സംസ്ഥാനത്തിന് പുറത്ത് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി, വിവിധ മേഖലകളിൽ കൊണ്ടുപോയി വിറ്റു എന്നത് തന്നെയാണ് നിലവിൽ അന്വേഷണ സംഘവും കണ്ടെത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിവിധ വ്യവസായികളുടെ കയ്യിലും ഇതെത്തിയിട്ടുണ്ട്. ആ വ്യവസായികളുമായുള്ള ബന്ധവും പരിശോധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ഇത്തരത്തിലുള്ള സൂചനകൾ ഉൾപ്പെടെയുള്ളവ വെച്ചുകൊണ്ടായിരിക്കും ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നീണ്ട മണിക്കൂറുകൾക്കൊടുവിൽ അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, കൂടുതൽ ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ വ്യവസായികളുമായുള്ള ബന്ധം എന്താണ്, കൂടുതൽ പ്രമുഖരായ വ്യവസായികളിലേക്ക് ഈ അന്വേഷണം നീങ്ങുന്നു എന്നത് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്വർണം സംസ്ഥാനത്ത് പുറത്ത് വിവിധ സ്ഥലങ്ങളിൽ, വിവിധ മേഖലകളിൽ നിക്ഷേപിക്കുകയും ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക സ്രോതസ് ആദ്യഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നത് നമുക്ക് വളരെ വ്യക്തമാണ്. പിന്നീട് അടിക്കടിയുള്ള വളർച്ചയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ടായത്. നിരവധി ആളുകൾക്ക്, അല്ലെങ്കിൽ നിരവധി കാര്യങ്ങൾ ശബരിമലയിൽ സംഭാവനയായി നൽകുന്നതിലൂടെ ഈ ഭക്തരെയൊക്കെ തന്നെയും വലിയ രീതിയിൽ വിശ്വസിപ്പിച്ച്, അല്ലെങ്കിൽ അവിടെയുള്ള അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കുവാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. ഒരു വ്യക്തിക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു സാമ്പത്തിക വളർച്ച എന്നത് തന്നെയാണ് ഈ അന്വേഷണ സംഘത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് പ്രധാനമായും കേന്ദ്രീകരിച്ചൊരു കാര്യം. എന്തായാലും അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനന്ത സുബ്രഹ്മണ്യത്തിന്റെ കയ്യിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നൊരു വിവരവും നിലവിൽ പുറത്തു വരുന്നു. കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം നീങ്ങുന്നു. അതോടൊപ്പം തന്നെ വ്യവസായികളുമായുള്ള ബന്ധവും ഈ അന്വേഷണത്തെ കൂടുതലായും മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള പ്രാഥമിക റിപ്പോർട്ടായിരിക്കും ഇന്ന് കോടതിയിൽ സമർപ്പിക്കുക എന്നൊരു വിവരമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത് രോഹിണി. ശരി ദിസ്ന. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയായ അനന്ത സുബ്രഹ്മണ്യത്തെ വിശദമായി ചോദ്യം ചെയ്ത് വിട്ടയച്ചു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് വിട്ടയച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം SITയുടെ റിപ്പോർട്ട് ഇന്ന് കോടതിക്ക് മുൻപാകെ വരികയാണ്. സംസ്ഥാനത്തിന് പുറത്ത് സ്വർണം വിറ്റെന്നും കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നു എന്നുമുള്ള നിഗമനത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘവും എത്തിച്ചേർന്നിരിക്കുന്നത്. ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.
ക്ഷേത്രങ്ങളിൽ ആന എഴുന്നള്ളിപ്പിനുള്ള രജിസ്ട്രേഷൻ 2022 അവസാനിച്ചതിന്റെ പ്രതിസന്ധിയിലാണ് ഉത്സവ കമ്മിറ്റികളും സംഘാടകരും. ഈ നടപടികൾക്ക് വീണ്ടും അവസരം നൽകുന്നതിനായുള്ള മന്ത്രിതല ചർച്ചകൾ നടക്കുന്നതായി വനമന്ത്രി A.K. ശശീന്ദ്രൻ അറിയിച്ചു. വിഷയം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ആവശ്യമെങ്കിൽ ഡൽഹിയിലേക്ക് പോകുമെന്നും വനം മന്ത്രി കോഴിക്കോട് വ്യക്തമാക്കി. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, പറയൂ, എന്താണ് വിവരങ്ങൾ? രോഹിണി, ഈ ആന എഴുന്നള്ളിപ്പ്, അതായത് ക്ഷേത്രങ്ങളിലും മറ്റ് ആചാര പരിപാടികളിലും ഒക്കെ തന്നെ ആനയെ